യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ മലയാളികളുടെ ഐക്യം, അവരുടെ ആ വിൽ പവർ, കൂട്ടായ്മ, ആ വികാരം. മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം നമ്മുടെ മലയാളിയെ അവിടെ തല അറക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി, മതം, കക്ഷി, രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ്. ലോകം കണ്ടതാണ്, ലോകത്തിന് തന്നെ മാതൃകയാണ്. അപ്പോൾ ആ മലയാളിയുടെ ആ ഒരു നന്മ, ആ ഒരു മെസ്സേജ് ലോകത്തിന് നൽകത്തക്ക രീതിയിൽ അർഹിക്കുന്ന മലയാളികൾക്കൊക്കെ, നമുക്കൊക്കെ അർഹിക്കാവുന്ന ഒരു മെസ്സേജാണ്. രണ്ട്, ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദിവസേന പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും. ദിവസേന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ പല പ്രോഫിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ 25 വർഷമായി ചെയ്തു വരുന്ന പ്രവൃത്തി ഇപ്പോൾ പുതിയതായിട്ട് ബോച്ചെ ടീ ലക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും ലഭിക്കുന്നത് ദിവസേന നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഈ സിനിമ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കേണ്ട, സിനിമ എടുക്കണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയാണ്. പക്ഷെ ഇത് ഒരു ചാരിറ്റിക്ക് വേണ്ടിയും വ്യത്യസ്തമായ ഈ ബോച്ചെ ഫാൻസിൽ നിന്നുള്ള അഭിപ്രായങ്ങളിലൂടെ വന്നതാണ്. എൻ്റെ അഭിപ്രായമായിട്ട് തുടങ്ങിയതല്ല. പലരും പറഞ്ഞു, നമ്മൾ കഴിഞ്ഞു പല പ്രളയം, വൈറസ്, കോവിഡൊക്കെ സിനിമയായി. അതൊക്കെ നമ്മുടെ അനുഭവമാണ്, ജനങ്ങൾ അനുഭവിച്ച കാര്യമായതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യമുണ്ട്. ഇതൊരു മെസ്സേജാണ്. ഇതൊരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ചെയ്തുകൂടെ എന്ന് ഉള്ള അഭിപ്രായം വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് വെറും മിനിഞ്ഞാന്നാണ് ഈ തീരുമാനം എടുത്തത്. അപ്പം ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനി ക്വസ്റ്റ്യൻസ് പ്ലീസ്? ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ബ്ലെസ്സി പോസിറ്റീവാണ്. നമുക്ക് നോക്കാം, സംസാരിച്ചിട്ട് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടിയെ തന്നെ. ഇല്ല, ഞാൻ അഭിനയിക്കില്ല. നമ്മൾ അനുഭവിക്കൽ മാത്രമേ ഉള്ളൂ, അഭിനയില്ല. മനസ്സിലുണ്ട്, പക്ഷെ നമ്മൾ അവരായിട്ട് ഒന്നും സംസാരിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. ആദ്യം ബ്ലെസ്സി ആയിട്ട് സംസാരിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആരാ സൂട്ടാവുക? അല്ല, യാത്ര മാത്രമല്ല, ഈ അബ്ദുൾ റഹീമാണ് ഇതിൻ്റെ. അബ്ദുൾ റഹീമിൻ്റെ കഥയാണ് അത്. ഇതിനോട് ബന്ധപ്പെട്ട് ഇപ്പോൾ സൗദി ജയിലൊക്കെ, ഗൾഫിൽ പോയിട്ടുള്ളവർക്കും ജയിലിൽ പോയവർക്കും പോയാത്തവർക്കും ഒക്കെ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുണ്ട്, ജയിലിൽ പോയില്ല. കുവൈറ്റിൽ ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസം ഇരുന്ന്, അതിൻ്റെ വേദന കൊണ്ടാണ് നമുക്കറിയാം. ഒരു ദിവസം ഇരുന്നപ്പോഴുള്ള വേദന, അപ്പോഴാണ് ഈ 18 വർഷം നിരപരാധിയത് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ഇടപെടാൻ കാരണം. അല്ലെ, ഗൾഫിലുള്ളവർക്ക് അറിയാം അവിടുത്തെ നിയമവും ജയിലും അവിടെ ഉണ്ടാവുന്ന അനുഭവങ്ങളും, അല്ലെങ്കിൽ അറബികളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നൊക്കെ ഗൾഫായിട്ട് ബന്ധമുള്ളവർക്ക് അറിയാം. കാരണം നമ്മൾ ആദ്യം കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, മൂക്കും മുട്ടിക്കും. നമ്മൾ വിചാരിക്കും ലോകത്തിൽ ഇത്രയും നല്ല ആൾക്കാർ വേറെ ഇല്ല എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഇത് റിയാലിറ്റീസ്. പിന്നെ ആടുജീവിതം കണ്ടു കാണുമല്ലോ, പത്രക്കാർ സിനിമ കാണാണ്ടിരിക്കില്ല. ആടുജീവിതം ഒക്കെ കാണിച്ചത് അത് ശരിക്കും ഗൾഫിനെ ഒപ്പിയെടുത്തിരിക്കുകയാണ് ശരിക്കും. അല്ല, ഞാൻ അഭിനയിക്കില്ല. ഇത് അബ്ദുൾ റഹീമിൻ്റെയാണ് കഥ. ചില ഭാഗത്ത് എൻ്റെ കഥയും അവിടെ വരണം എന്ന അഭിപ്രായങ്ങളുണ്ട്.
അത് ഒന്നും തീരുമാനങ്ങളായിട്ടില്ല. ആരാണെന്നൊക്കെ ഇനി സംസാരിക്കണം. നിങ്ങൾ വല്ല സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേര് പറയൂ, അത് നോക്കാം.